ലോകരക്ഷകനായി പിറന്ന യേശു രാജാവിനെ പാടി സ്തുതിക്കുന്ന മനോഹരമായ ഗാനങ്ങളാണല്ലോ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ കുടുംബയോഗത്തിന്റെ ഭാരവാഹികളെ എല്ലാവരെയും കർത്താവിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. പ്രസിഡന്റ് മാത്യു സി ഫിലിപ്പ് സാറ് വിദേശത്തായതുകൊണ്ട് അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞില്ല. പിന്നെ ഇവിടെ സ്വാഗത പ്രസംഗം നടത്തിയ അധ്യക്ഷ പ്രസംഗം നടത്തിയ സെക്രട്ടറി രാജൻ വർഗീസ് സാറ് പറഞ്ഞ കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമായി എനിക്ക് തോന്നി. കുടുംബത്തിന്റെ 108 വർഷത്തെ ഒരു കുടുംബയോഗ പാരമ്പര്യത്തിൽ ഈ കുടുംബത്തിൽ നിന്നും ഭക്തന്മാരായിട്ടുള്ള ദൈവദാസന്മാർ വടക്കേണ്ടിയിലും മറ്റും മിഷണറിമാരായിട്ട് ആശ്രമങ്ങൾ പോയി കർത്താവിനെ സേവിച്ചതായിട്ടുള്ളൊരു നല്ല പാരമ്പര്യം ഈ കുടുംബയോഗത്തിനുണ്ട് എന്ന് കേൾക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. സത്യനായാലും മറ്റ് ആശ്രമങ്ങളിലും ഒക്കെ ആദ്യകാലങ്ങളിൽ പോയി പ്രവർത്തിച്ചവർ ഈ കുടുംബത്തിൽ നിന്നുള്ളവരായിരുന്നു. അങ്ങനെ വളരെ ആത്മീയമായ ശ്രേഷ്ഠമായ ഒരു പാരമ്പര്യം ഈ കുടുംബത്തിനുണ്ടല്ലോ. ഞങ്ങളെ ഇവിടെ ക്ഷണിച്ചു വരുത്തി ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. ഈ കുടുംബത്തിന്റെ ഒരു ശാഖ കുടുംബമായ മാകാട്ടിൽ കുടുംബത്തിലെ കൊച്ചുമകളെ വിവാഹം കഴിച്ചു എന്നുള്ളതാണ് എനിക്ക് ഈ കുടുംബവുമായിട്ടുള്ള ബന്ധം. ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് മെയ് മാസത്തിൽ നടന്ന ഒരു വാർഷിക യോഗത്തിൽ ജോണിച്ചായൻ, ഞങ്ങളുടെ അമ്മാച്ചൻ ജോണിച്ചായനുള്ള കാലത്താണ് വന്ന് പങ്കെടുത്തത് ഞാൻ ഓർക്കുന്നു. പിന്നീട് ഇപ്പോൾ വരാൻ കഴിഞ്ഞതിലും സന്തോഷമുണ്ട്. ക്രിസ്മസിന്റെ ആഘോഷങ്ങൾ നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ മിക്കവാറും പൂർത്തിയായി. ലോകത്തിലെ ചില രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് യുക്രൈനിലും റഷ്യയിലും ഒക്കെയുള്ള ഓർത്തഡോക്സ് സഭകൾ ജനുവരി 7-ാം തീയതിയാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ പറഞ്ഞാൽ നമ്മുടെ ക്രിസ്മസ് ആഘോഷം താമസിച്ചിട്ടില്ല. അത് അവർ ഫോളോ ചെയ്യുന്ന ജൂലിയൻ കലണ്ടറിന്റെ വ്യത്യാസത്തിലാണ്. നമ്മൾ ജോർജിയൻ കലണ്ടർ ഫോളോ ചെയ്താണ് ഈ ഡിസംബർ 25. എന്നാൽ അവർ വ്യത്യസ്തമായ നിലയിലാണ് കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ടാണ് ഈ ജനുവരി 7-ലേക്ക്. ജനുവരി 7 ആയാലും ഡിസംബർ 25 ആയാലും നമ്മളെ സംബന്ധിച്ചൊരു വ്യത്യാസം ഉണ്ടാക്കുന്നില്ല. വചനം ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു എന്നാണ് യോഹന്നാൻ എഴുതിയിരിക്കുന്നത്. വചനം ജഡമായി തീർന്ന് ഈ ഭൂമിയിലേക്ക് വന്നു എന്നുള്ള സദ്വർത്തമാനമാണ് ക്രിസ്മസ് വിളിച്ചറിയിക്കുന്നത്. ആദ്യ നൂറ്റാണ്ടുകളിൽ ക്രിസ്മസ് ആഘോഷങ്ങളില്ലായിരുന്നു. 1-ാം നൂറ്റാണ്ടിലും 2-ാം നൂറ്റാണ്ടിലും 3-ാം നൂറ്റാണ്ടിലും ക്രൈസ്തവ സഭ വളരെ പീഡിപ്പിക്കപ്പെട്ടിരുന്നൊരു കാലത്ത് ക്രൈസ്തവ സഭയെ റോമൻ ഭരണകൂടങ്ങൾ നിരോധിച്ചിരുന്നു. ഒരു ക്രിസ്മസ് ആഘോഷവും ഇല്ലായിരുന്നു. എന്നാൽ റോമൻ ചക്രവർത്തിയായ കോൺസ്റ്റന്റൈൻ ക്രിസ്ത്യാനിയായി മാറിയപ്പോഴാണ് അദ്ദേഹം ക്രിസ്മസ് ആഘോഷങ്ങൾ ആരംഭിച്ചത്. അത് AD 336 എന്നാണ് കണക്ക്. എന്നാൽ പിന്നീടുള്ള നൂറ്റാണ്ടുകളിലെല്ലാം എല്ലാ സഭകളും ക്രിസ്മസിന്റെ ആഘോഷങ്ങൾ, ക്രിസ്മസിന്റെ സന്തോഷം പങ്കുവെക്കുന്നു. നിങ്ങളും നിങ്ങളുടെ കുടുംബയോഗമായ പല സഭകളിൽപ്പെട്ടവരാണെങ്കിലും സഭകളുടെയൊക്കെ ആലയങ്ങളിൽ ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ പൂർത്തീകരിച്ചല്ലോ. എന്നാൽ നിങ്ങൾ കുടുംബമായി ക്രിസ്മസ് പുതുവത്സര സംഗമത്തിനാണല്ലോ കൂടിയിരിക്കുന്നത്. ഇതിനോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുമ്പോൾ ധാരാളം ക്രിസ്മസ് സന്ദേശങ്ങളൊക്കെ നമ്മൾ ഈ സീസണിൽ കേട്ടതാണ്. ഇവിടെ വളരെ ഹൃദ്യമായ നിലയിൽ പാട്ടുകളും അതുപോലെ ദൈവവചനത്തിലുള്ള വായനയും നമ്മൾ കേട്ടു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 9-ാം അധ്യായത്തിൽ നിന്നും നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടുമെന്ന് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രവചനത്തിന്റെ നിവൃത്തിയാണ്. കർത്താവായ യേശുക്രിസ്തുവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പ്രവചനങ്ങളുടെ നിവൃത്തിയാണ്. അവൻ എവിടെ ജനിക്കുമെന്നുള്ളത് ദൈവവചനത്തിലെ പ്രവചനത്തിന്റെ നിവൃത്തിയാണ്. മീഖാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. നീയോ ബേത്ലഹേം എഫ്രാത്തയെ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതെങ്കിലും എന്റെ ജനത്തിന് നായകൻ ആയിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. ലോകത്തിലോ ഒരു മനുഷ്യനും ഇന്ന സ്ഥലത്ത് ജനിക്കുമെന്ന് 500 കൊല്ലങ്ങൾക്ക് മുമ്പ് ആരും പ്രവചിച്ചിട്ടില്ല. അതുപോലെ ജനിക്കാനിരിക്കുന്ന ശിശു ഒരു അത്ഭുത പുരുഷനാണ്. അവൻ കന്യാഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും.
അവന് ദൈവം നമ്മുടെ കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും എന്ന് ആരെക്കുറിച്ചും ഒരു പ്രവചനമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബൈബിൾ മാത്രമാണ് പ്രവചനങ്ങളുടെ പുസ്തകം. ലോകത്തിലെ ഒരു മതഗ്രന്ഥവും പ്രവചനങ്ങളില്ല, ഒരു പ്രവചനവും നിവൃത്തിയാക്കപ്പെട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ദൈവവചനത്തെ ബൈബിൾ ഈസ് എ മിറക്കിൾ ബുക്ക് എന്ന് പറയുന്നത്. 1500 വർഷങ്ങളുടെ ഉള്ളിൽ എഴുതപ്പെട്ടതായിട്ടുള്ള വിശുദ്ധ വേദപുസ്തകം. 40-ലധികം എഴുത്തുകാർ 66 പുസ്തകങ്ങൾ എഴുതിയപ്പോൾ ഒരേ സന്ദേശമാണ്, മനുഷ്യരാശിയുടെ വീണ്ടെടുപ്പിന്റെ സന്ദേശമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ ഇന്ന് ഈ സന്ധ്യാവേളയിൽ കുടുംബമായിട്ട് വന്ന ഈ മഹാസന്തോഷത്തിന്റെ അനുഭവത്തെ പാട്ടുകളിൽ കൂടി അല്ലാതെയും വിളംബരം ചെയ്യുമ്പോൾ വലിയവനായ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു സമയമാണ്. പുതുവത്സരത്തിന്റെ അവസരം കൂടെയാണല്ലോ. പുതുവത്സരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പുതിയ വത്സരം അല്ലെങ്കിൽ പുതിയ വർഷം അല്ലെങ്കിൽ പുതിയ തുടക്കങ്ങൾ, പുതിയ നേതൃത്വം, പുതിയ ഭരണകൂടങ്ങൾ, ഇതെല്ലാം ഒരു ആശങ്കകൾ ഉളവാക്കുന്ന കാര്യങ്ങളാണ് ഇതിനകത്തൊക്കെ. എങ്ങനെയായിരിക്കും ഇതൊക്കെ? നമ്മൾ നാളെക്കുറിച്ച് പറയുന്നത് നാളെ അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞതാണ്, ഫുൾ ഓഫ് അൺസർട്ടനിറ്റീസ്. എന്താ സംഭവിക്കുന്നതെന്ന് ആർക്കും അറിഞ്ഞുകൂടാ, എന്തും സംഭവിക്കാം. നമ്മൾ പറയുന്നു ആശങ്കകളും ഉണ്ട്, ഒത്തിരി താല്പര്യങ്ങൾ നമുക്കുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, പുതിയ വർഷത്തിൽ നടക്കണമെന്നുള്ള കാര്യങ്ങളുണ്ട്. എന്നാൽ അതുപോലെ ആശങ്കകളുമുണ്ട്. നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ആശങ്കകളുണ്ട്, രോഗം നമ്മളെ ഏത് പരുവത്തിലാക്കുമെന്നൊക്കെയുള്ള ചിന്താകുലങ്ങൾ. ഇതിന്റെ മധ്യത്തിലെല്ലാം ഈ ബേത്ലഹേമിലെ ദിവ്യ ശിശുവായി പിറന്ന യേശു കർത്താവ്, നമ്മുടെ രക്ഷകനായിരിക്കുന്ന, നമ്മുടെ വീണ്ടെടുപ്പുകാരനായിരിക്കുന്ന ഈ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ധൈര്യമാണ് പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്കും ഉണ്ടായിരിക്കേണ്ടത്. അതുകൊണ്ട് അതിനോടുള്ള ബന്ധത്തിലാണ് ഞാൻ ദൈവവചനത്തിൽ ചില